എമ്പുരാൻ പടത്തില് വില്ലൻ ആരാണെന്ന് അന്ന് തന്നെ രാവിലെ 7:30 8 മണിക്ക് ഇടാൻ തയ്യാറായിട്ട് നടക്കണ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഷോക്ക് കയറി കണ്ടിട്ട് അതിന്റെ സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ചില വൃത്തികെട്ടവന്മാര്. പല മലയാളികൾക്ക് അറിയില്ല ക്യൂല് എങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ കൗണ്ടർ, ആ കൗണ്ടറിന് ഇങ്ങനെ ഒരു 6 അടി അപ്പുറത്തൊരു മഞ്ഞ ലൈന്, അവിടുന്ന് അതിന്റെ ബാക്കിലേക്കാണ് ക്യൂ തുടങ്ങേണ്ടത് തൊട്ട് അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെല്ലുന്നു, അവിടെ ചെല്ലുന്നു, എന്നിട്ട് ഇങ്ങനെ കാര്യം പറയുന്നു. അത് തൊട്ടടുത്തുള്ള ആൾ കേൾക്കരുത്, ഇതാണ് വേണ്ടത്. ചില മലയാളികൾക്ക് ഇത് അറിയില്ല. മെട്രോ സ്റ്റേഷനിലും വിമാനത്താവളത്തിൽ വരെ, ആ എയർപോർട്ടിൽ മലയാളി ഇങ്ങനെ വരുമ്പോൾ കൗണ്ടറുണ്ട്, ക്യൂ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. അപ്പം അവൻ നേരെ അതിൻ്റെ കൂടെ ചെല്ലുന്നുണ്ട്. ഓട്ടന്മാർ. അവൻ മറ്റവർ പ്രതികരിക്കാത്തത് അവർക്കെല്ലാം മനസ്സിലായി ഇപ്പം പൊട്ടനാണ്. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. കല്യാണത്തിന് പോകുമ്പോൾ കല്യാണ പെണ്ണിനും ചെക്കനേക്കാൾ കൂടുതൽ നന്നായി ഒരുങ്ങാൻ പാടില്ല. ഇതറിയാത്ത കല്യാണ പെണ്ണിന്റെ ചില കൂട്ടുകാരികളുണ്ട്. ഈ കല്യാണ പെണ്ണിനേക്കാൾ ഭംഗിയിൽ ഒരുങ്ങിയിട്ട് ഇങ്ങനെ വരും. അതല്ലേ കൊള്ളാലോ, കല്യാണ പെണ്ണിനെ സങ്കടം. എന്തത്, ഞാനൊക്കെ പെണ്ണ് കാണാൻ പോയപ്പോൾ 4 പേരൊപ്പം കൊണ്ടുപോയി, എന്നെക്കാൾ ഭംഗിയില്ലാത്ത. അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകണം. കൂട്ടത്തിൽ ഞാനാണ് നല്ലതെന്ന് തോന്നണം, പെണ്ണിന് തോന്നണം. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് സാധാരണ എല്ലാവരും വന്നിട്ട് പെണ്ണിനോട് ചെക്കനോട് എന്താ പറയാ, കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് അല്ലേ പറയാ. എന്താണെന്നറിയില്ല, അവളെ നാട്ടുകാരൊക്കെ വന്നിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ മുത്താടാ, നമ്മളെ ചങ്കാണ്. കല്യാണ പെണ്ണിനേക്കാൾ ഒരുങ്ങാൻ പാടില്ല, കല്യാണ ചെക്കനേക്കാൾ ഒരുങ്ങാൻ പാടില്ല. താലി കെട്ടുന്നതിന് മുമ്പ് ആ കല്യാണ ചെക്കൻ ഓഡിയൻസിന് നോക്കിയിട്ട് ഇങ്ങനെ, എന്താണ് മനസ്സിൽ, ഞാനൊക്കെ പെണ്ണ് കാണാൻ നടക്കുമ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു. അതാണ്. അപ്പോൾ ആ തോന്നലിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളങ്ങനെ ഒരുങ്ങരുത്. വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇടണം കേട്ടോ, വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഈ സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലത്തെ പൊട്ടണമെന്നല്ല, അവനറിയാം പച്ചയാണ്, പോണം. ബാക്കിയുള്ളവർ ഓർമ്മിപ്പിച്ചിട്ട് വേണം പോവാൻ. ഇതാ ബാക്കിൽ എന്തിനാണ് അല്ലേ, അല്ല ശരിയല്ലേ. തിയേറ്ററിൽ കൂക്കുക. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ നാട്ടുകാർ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ. നീ നോക്കിക്കോ, കേരളത്തിൽ 6 വരിപ്പാത പൂർത്തിയായിട്ട്, ഞാൻ 6 വരിപ്പാത പൂർത്തിയായി തുറന്നു കൊടുത്താൽ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറുള്ളൂ. നിങ്ങൾക്കറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് അറിയാമോ? ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോകേണ്ടത്, അവിടെയാണ് ലോറികൾ പോകേണ്ടത്. എന്താണെന്നറിയില്ല, ഒറ്റ ലോറി ആ വഴിക്ക് പോയി. നടുക്കിലൂടെയാണ് സ്പീഡ് ലൈൻ. റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത് ഒഴിച്ചിടണം, ആംബുലൻസിനുള്ളതും. ഓവർടേക്കിങ് അതുവഴിയാണ് നടക്കേണ്ടത്. അതിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം. ഇതാ വേണ്ടത്. ഇത് ലോറികളൊക്കെ അപ്പുറത്ത്, സ്കൂട്ടറൊക്കെ അപ്പുറത്ത്. നമ്മളിങ്ങനെ എപ്പോഴാ ഗെയിം കളിക്കണ പോലെയാണ് ഇവിടെ. എവിടുന്ന ഏതാ സാധനം വരിക എന്നൊരു പിടുത്തല്ല. ഇതിൻ്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പും എന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പോകണം. പിന്നെ ഈ പുതിയ പടങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഷോക്ക് കയറി കണ്ടിട്ട് അതിന്റെ സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ചില വൃത്തികെട്ടവന്മാർ. നോക്കിക്കോ, എമ്പുരാൻ പടത്തില് വില്ലൻ ആരാണെന്ന് അന്ന് തന്നെ രാവിലെ 7:30 8 മണിക്ക് ഇടാൻ തയ്യാറായിട്ട് നടക്കണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരതിൻ്റെ ഇടും. പിന്നെ അതിന്റെ സസ്പെൻസ് പോയി, അതിന്റെ രസം പോയി ഇല്ലേ. ചിലരൊന്നും അന്ന് സോഷ്യൽ മീഡിയ തുറക്കില്ല.